വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിരിക്കുന്നു. ഒരല്പസമയം അതിലേക്ക് കൂടി. ശ്രീശാന്തിന് BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് നീക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷും ന്യൂസ് ഡെസ്കിൽ നിന്ന് അനൂപും ചേരുന്നു. ആദ്യം അഭിലാഷ്, വിശദാംശങ്ങൾ എന്താണ്? വർഷങ്ങൾ നീണ്ട വിലക്കാണ് നീക്കിയിരിക്കുന്നത്. അത് കേരളത്തിലുള്ള സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യം. ശ്രീശാന്തിന് ഏറെക്കാലത്തെ നിയമ പോരാട്ടത്തിന്റെ വഴികൾ കൂടിയായിരുന്നു. വിശദാംശങ്ങൾ എന്താണ്? അവർണ, ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ഇത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കോടതി നിരീക്ഷണം തന്നെയാണ്. വിലക്ക് പൂർണ്ണമായും നീക്കിയിട്ടില്ല, വിലക്ക് ഭാഗികമായി മാത്രമാണ് നീക്കിയിട്ടുള്ളത്. അതായത് ശ്രീശാന്ത് ഒത്തുകളി വിവാദത്തിൽ തുടർന്നാണ് BCCI പൂർണ്ണമായ ഒരു വിലക്ക്, ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ വിലക്ക് പുനഃപരിശോധിക്കണമെന്ന നിരീക്ഷണമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. എന്നാൽ ശ്രീശാന്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിലടക്കം പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയ BCCIയുടെ നടപടിയാണ് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കുന്നത്. ഈ വിലക്കുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ BCCI പുനഃപരിശോധിക്കണമെന്നാണ് ഇപ്പോൾ BCCI ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഒത്തുകളി വിവാദത്തെ തുടർന്നായിരുന്നു കോടതി നടപടികളുമായി ശ്രീശാന്ത് മുന്നോട്ട് പോയത്. പട്യാല ഹൗസ് കോടതി അടക്കം ക്രിമിനൽ കേസിൽ നിന്ന് ശ്രീശാന്തിനെ ഒഴിവാക്കിയ സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ കാര്യം കൂടി ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു ശ്രീശാന്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതേസമയം ക്രിമിനൽ നടപടി, അതായത് ഒത്തുകളിയിൽ പങ്കാളിയായി എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്രിമിനൽ കുറ്റം ചുമത്തുകയും അത് ഒഴിവാക്കുകയും ചെയ്തു എന്നതിനെ BCCIയുടെ നടപടിക്രമങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കാൻ സാധിക്കുകയില്ല. അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിന് BCCIക്ക് സമ്പൂർണ്ണമായ അധികാരമുണ്ട്. അത്തരത്തിലൊരു നടപടിയാണ് BCCIയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ശ്രീശാന്തിന് വിലക്കേർപ്പെടുത്തിയത് എന്ന നിരീക്ഷണമാണ് കോടതി നടത്തുന്നത്. ക്രിമിനൽ കേസുമായി ഈ വിഷയത്തെ കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ, അതായത് BCCIയുടെ അച്ചടക്ക നടപടി കടുത്തുപോയി എന്നൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയത്. അതിന്റെ ഭാഗമായാണ് ആജീവനാന്ത വിലക്ക് നീക്കിയിരിക്കുന്നത്. ആ നിലയിൽ ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ വിലക്ക് പൂർണ്ണമായും നീക്കി എന്ന് അനുമാനിക്കാൻ സാധിക്കുകയില്ല. അതായത് BCCI ഈ വിഷയത്തിൽ കുറച്ചുകൂടി യുക്തിപരമായി തീരുമാനമെടുക്കണം. അതായത് ഒരു താരത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ, ഭാവി പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കടുത്ത ശിക്ഷാ നടപടി തന്നെയാണ് BCCI വാതുവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീശാന്തിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രമേൽ കടുത്ത ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന കാര്യം BCCI പുനഃപരിശോധിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത് തീർച്ചയായും ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് 2013 മൊഹാലിയിൽ നടന്ന മത്സരത്തിലായിരുന്നു ശ്രീശാന്ത് ഒത്തുകളി നടത്തിയെന്ന ആരോപണം ഉയർന്നത്. പിന്നീട് അന്ന് ശ്രീശാന്ത് രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്നു. കിങ്സ് 11 പഞ്ചാബിനെതിരായ മത്സരത്തിലെ മൊഹാലിയിൽ നടന്ന മത്സരത്തിലെ രണ്ടാമത്തെ ഓവറിൽ ഒത്തുകളിയുടെ ഭാഗമായി 14 റൺസ് ശ്രീശാന്ത് വിട്ടു നൽകി എന്നുള്ളതായിരുന്നു ആരോപണം. ഇതേ തുടർന്നായിരുന്നു ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ക്രിമിനൽ കുറ്റം ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ പ്രത്യേക നിയമം ഉപയോഗിച്ചുകൊണ്ട് സംഘടിതമായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ളവ, മക്കോക്ക ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് അതിഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ശ്രീശാന്ത് കോടതിയിൽ പോവുകയും പിന്നീട് പട്യാല ഹൗസ് കോടതി ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ശ്രീശാന്തിനെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇത് ഉയർത്തി കാണിച്ചുകൊണ്ടുകൂടിയായിരുന്നു സുപ്രീം കോടതിയെ ശ്രീശാന്ത് സമീപിച്ചത്. അതായത് ക്രിമിനൽ കുറ്റം ആരോപിക്കപ്പെട്ട തന്നെ കോടതി പോലും കുറ്റവിമുക്തനാക്കിയതാണ്. പക്ഷേ BCCI കളിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയിൽ സമാനമായ കേസ് വന്നപ്പോൾ ഡിവിഷൻ സിംഗിൾ ബെഞ്ച് ശ്രീശാന്തിന് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും ആജീവനാന്ത വിലക്ക് നീക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് BCCIക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇതേ തുടർന്നായിരുന്നു ശ്രീശാന്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏറെ വാദപ്രതിവാദങ്ങൾക്കിടെ ഒട്ടേറെ ആരോപണങ്ങളായിരുന്നു BCCI ശ്രീശാന്തിനെതിരെ ഉന്നയിച്ചത്. ശ്രീശാന്ത് വളരെ കൃത്യമായി ഒത്തുകളിച്ചു എന്നുള്ള ആരോപണം മുന്നോട്ട് വയ്ക്കുകയും അതിന്റെ തെളിവുകൾ എന്ന നിലയിൽ തന്നെ 14 റൺസ് വിട്ടുകൊടുത്ത രണ്ടാമത്തെ ഓവറിനെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ചില സൂചനകൾ, അതായത് ധരിച്ചിരുന്ന ടവൽ ഉൾപ്പെടെയുള്ളവ സൂചനകളായി കാണിക്കുകയും ഏറ്റവും അടുത്ത സുഹൃത്തും താരവുമായ ഉൾപ്പെടെയുള്ളവർക്ക് വാതുവെപ്പ് കേസിൽ പങ്കുണ്ട് എന്നും ഇത് പ്രകാരം ശ്രീശാന്ത് തുക കൈപ്പറ്റിക്കൊണ്ടാണ് 14 റൺസ് വിട്ടുകൊടുത്തത് എന്ന നിരീക്ഷണവും BCCI നടത്തുകയും KP അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് നീക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് അനൂപും നമുക്കൊപ്പം ചേരുന്നു. അനൂപ്, BCCIയെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. കാരണം ഒത്തുകളിച്ചു എന്നുള്ള BCCIയുടെ ആരോപണങ്ങളിൽ എല്ലാ കാലത്തും ഉറച്ചു നിൽക്കുകയായിരുന്നു BCCI. ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടത് ഇപ്പോൾ വരുന്ന ഈ വിധിയെ?
അപ്പം ശ്രീശാന്തിന്റെ പ്രധാനമായ ആവശ്യം രാജ്യാന്തര ഇന്ത്യൻ ടീമിലേക്കോ അല്ലെങ്കിൽ കേരള ടീമിലേക്കോ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ശ്രീശാന്തിന് ഈ ഘട്ടത്തിലില്ല. കാരണം അദ്ദേഹത്തിന് 36 വയസ്സായിരിക്കുന്നു. ശ്രീശാന്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം അദ്ദേഹത്തിന് വിദേശ ലീഗുകളിൽ പല ലീഗുകളിൽ നിന്നും കളിക്കാനുള്ള ഓഫർ വരുന്നുണ്ട്. സ്കോട്ട്ലൻഡ് ലീഗിൽ നിന്നും ശ്രീലങ്കയിലെയും കാനഡയിലെയും മറ്റും പ്രാദേശിക ലീഗുകളിൽ നിന്ന് കളിക്കാൻ അവസരം വരുന്നുണ്ട്, ഓഫർ കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും കളിക്കാൻ BCCIയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC കിട്ടിയെങ്കിൽ മാത്രമേ അവയിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ BCCI ആജീവനാന്ത വിലക്കുന്ന ഒരു ഇഷ്യൂ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശ്രീശാന്തിന് NOC സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് ശ്രീശാന്ത് പ്രധാനമായും കോടതിയെ സമീപിച്ചത്. 2017 തന്നെ ശ്രീശാന്ത് ഹൈക്കോടതി ആദ്യമായി സമീപിക്കുന്നത് തന്നെ സ്കോട്ടിഷ് പ്രീമിയർ ലീഗിൽ കളിക്കാൻ ഒരു ഓഫർ വന്നിരുന്നു. അതിന് BCCIയുടെ NOC കിട്ടിയില്ല. ആ NOC ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യമായി തന്നെ ശ്രീശാന്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതിന് മുമ്പ് വരെ ഒരു ഘട്ടത്തിൽ പോലും BCCIക്ക് ഒരു വാക്ക് പോലും ശ്രീശാന്ത് പറഞ്ഞിരുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴും ശ്രീശാന്ത് പറയുന്നത് കൗണ്ടിയിലടക്കം പല ഭാഗത്തുനിന്നും ഓഫർ വരുന്നുണ്ട്, അവ കളിക്കാനുള്ള അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീശാന്ത് സമീപിച്ചത്. ഏതായാലും ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിജയം തന്നെയാണ്. കാരണം BCCIയെ പോലൊരു വലിയൊരു സ്ഥാപനം ഇന്ത്യൻ ക്രിക്കറ്റിലെ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിലെ അതിന് ഏറ്റവും ശക്തമായ ഒരു സ്ഥാപനത്തിനെതിരെ ഒരു പോരാട്ടത്തിൽ നടത്തിയാണ് ശ്രീശാന്ത് വിജയിച്ചിരിക്കുന്നത്. 36 വയസ്സ് ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള പോക്കിൽ ആദ്യമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കീഴിൽ ജില്ലാ ലീഗിലും മറ്റും കളിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ കേരള ടീമിലേക്ക് എത്തുക പോലും വളരെ ബുദ്ധിമുട്ടാണ്. കേരള ടീമിലാണെങ്കിൽ സന്ദീപ് വാര്യരും ബേസിൽ തമ്പിയും അടക്കമുള്ള പ്രമുഖ താരങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കേരള ടീമിലേക്കൊക്കെ മടങ്ങിയെത്തുക ശ്രീശാന്തിന് അത്ര എളുപ്പമാവുകയുമില്ല. പക്ഷേ വിദേശ ലീഗുകളിൽ കളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീശാന്ത് ഇത്തരത്തിൽ ഹർജി നൽകിയതിലും സുപ്രീം കോടതി ഭാഗത്തു നിന്ന് ഭാഗ്യമെങ്കിലും അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. 3 മാസത്തിനകം തന്നെ ഇക്കാര്യത്തിൽ വിശദമായി പഠിച്ചുകൊണ്ട് തീരുമാനം എടുക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ BCCIയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രീശാന്തിന്റെ വിജയം തന്നെയാണ്. ശ്രീശാന്ത് ഈ ഹർജിയിലുടനീളം ചൂണ്ടിക്കാട്ടിയിരുന്നത് ആജീവനാന്ത വിലക്ക് എന്നത് ക്രിക്കറ്റിൽ ഇല്ലാത്തൊരു സംഭവമാണ്. നേരത്തെ മുഹമ്മദ് അസറുദ്ദീനും ആജീവനാന്ത വിലക്ക് BCCI ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അത് പിന്നീട് പിൻവലിച്ചിരുന്നു. പാകിസ്ഥാൻ താരം സലിം മാലിക്കിന് ആജീവനാന്ത വിലക്ക് അവിടെ ഏർപ്പെടുത്തിയിരുന്നു, അതും പിന്നീട് പിൻവലിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്യാപ്റ്റൻ ഹൻസി ക്രോണിക്ക് വിലക്കുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ ഇടയ്ക്ക് മരിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ആജീവനാന്ത വിലക്ക് എന്നുള്ളത് ക്രിക്കറ്റിൽ കേട്ടുകേൾവിയില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നതല്ല എന്നൊരു വാദമാണ് ശ്രീശാന്ത് ഉയർത്തിയത്. എന്നാൽ ശ്രീശാന്ത് കുറ്റം ചെയ്ത് ഒത്തുകളിച്ചു എന്ന വാദത്തിൽ BCCI ഉറച്ചു നിന്നു. നേരത്തെ ഡൽഹി പട്യാല ഹൗസ് കോടതി ശ്രീശാന്തിനെ കുറ്റവിമുക്തനാക്കിയ കാര്യം പോലും BCCI പരിഗണിക്കാതെയാണ് ആജീവനാന്ത വിലക്കുമായി മുന്നോട്ട് പോയത്. ഏതായാലും സുപ്രീം കോടതി ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ BCCIക്ക് ഉണ്ടായിരിക്കുന്നത്. ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഈ വിധി. അനൂപ്, വിചാരണ കോടതി ശ്രീശാന്തിനെ കുറ്റവിമുക്തനാക്കിയതാണ്. അപ്പോഴും ഉറച്ചു നിൽക്കുകയായിരുന്നു BCCI. പാപക്കറ ശ്രീശാന്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് വരെ BCCI പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ BCCI ഈ വിഷയത്തിനകത്ത് എടുത്ത ഓരോ നിലപാടും അത് സുപ്രീം കോടതി പരാമർശിക്കുകയുണ്ടായോ എന്തെങ്കിലും? പറഞ്ഞ BCCI തുടക്കം മുതൽ ഡൽഹി പട്യാല ഹൗസ് കോടതി ശ്രീശാന്തിനെ കുറ്റവിമുക്തനാക്കി അന്ന് തന്നെ BCCI പറഞ്ഞതാണ് ഈ ആജീവനാന്ത വിലക്ക് ഞങ്ങൾ എന്തായാലും തുടരും. കോടതി വിധിയും BCCIയുടെ നടപടിയുമായി യാതൊരു ബന്ധവുമില്ല. കോടതി വിധി ഉണ്ടായിരിക്കുന്നത് പോലീസ് അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും പരിഗണിച്ചാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഈ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ആഭ്യന്തര അന്വേഷണ സമിതി നടത്തിയ അന്വേഷണത്തിനോടുമില്ല. അഴിമതി വിരുദ്ധ സമിതി ചെയർമാൻ രവി സമാരി നടത്തിയ അന്വേഷണത്തിൽ നടത്തിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീശാന്തിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിയിലും BCCIയുടെ വാദം തന്നെ ഇതായിരുന്നു. ഞാൻ തിരികെ വരാം. അനൂപ് തുടരുക. KCA സെക്രട്ടറി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഒരുപാട് കാലത്തെ ഒരു നിയമ പോരാട്ടത്തിന് ശേഷം കൂടിയാണ് ശ്രീശാന്തിന് ഈ രീതിയിലുള്ള ഒരു നീതി ലഭിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് KCA? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിധിയെ സ്വാഗതം ചെയ്യുന്നു. എന്റെ അഭിപ്രായത്തിലും ക്രിക്കറ്റ് അസോസിയേഷന്റെ അഭിപ്രായത്തിലും ശ്രീശാന്ത് ഏറെക്കുറെ ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് സ്വാഗതാർഹമാണ്. കോടതിയുടെ വിധിപ്പകർപ്പ് കിട്ടിയതിനു ശേഷം ബാക്കി പ്രതികരിക്കാം എന്നുള്ളതാണ്. റൈറ്റ്. KCA സെക്രട്ടറി ശ്രീജിത്താണ് നമുക്കൊപ്പം പ്രതികരിച്ചത്. ഇപ്പോൾ പരിശീലകൻ P. ബാലചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലചന്ദ്രൻ, കേട്ടുകേൾവി ഇല്ലാത്ത ഒരു വലിയ നിയമ പോരാട്ടത്തിന് ശേഷം അല്ലെങ്കിൽ വലിയൊരു ഇൻജസ്റ്റിസിന് ശേഷം കൂടിയാണ് ശ്രീശാന്തിന് ഇങ്ങനെയുള്ള ഒരു നീതി ലഭിച്ചിരിക്കുന്നത്. എത്ര വർഷമാണ് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുകയാണ്. വൈകി കിട്ടുന്ന നീതിയല്ല എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും ഈ നീതിയെങ്കിലും അർഹിക്കേണ്ടതായിരുന്നു ശ്രീശാന്ത് എന്നുള്ളൊരു ചോദ്യം കേരളത്തിലുള്ള സ്പോർട്സ് പ്രേമികൾ ചോദിക്കേണ്ടതാണ്. എങ്ങനെ കാണുന്നു സുപ്രീം കോടതിയുടെ വിധിയെ? തീർച്ചയായിട്ടും ആജീവനാന്ത വിലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ആരെ സംബന്ധിച്ചാണെങ്കിലും ഒരു ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു വിധി എന്നുള്ള മട്ടിലാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു രംഗത്തും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു രംഗത്തും വ്യാപരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിലക്ക് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ശ്രീശാന്തിൽ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം. കാരണം ഞങ്ങൾ പലപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളാണ്.
പക്ഷെ ഇനിയിപ്പോ ഒരു തെറ്റുകാരനാണോ അല്ലയൊക്കെ എന്നുള്ളതൊക്കെ നിശ്ചയിക്കാനുള്ള അധികാരം BCCIക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിധി കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ എന്തായി കഴിഞ്ഞാലും ആജീവനാന്ത വിലക്ക് മാറി എന്നുള്ളത് ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഇനി അടുത്ത തീരുമാനം എന്താണ് എന്ന് BCCI അറിയിക്കണം എന്നുള്ളതാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അനന്തമായി നീണ്ടുപോവാതെ ആവുന്നത്ര വേഗം ശ്രീശാന്തിന് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ശ്രീ പി ബാലചന്ദ്രൻ, അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് കോടതി പറയുന്നു. അപ്പോഴും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ പന്ത് ഇപ്പോഴും BCCIയുടെ കോർട്ടിലേക്ക് തന്നെയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഈ രീതിയിലുള്ള ഒരു സമീപനം തുടർന്ന BCCIക്ക് അതിനെ അത്ര മയപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. ഒരു പക്ഷേ വീണ്ടും ഈ രീതിയിലുള്ള സമീപനങ്ങൾ ആയിക്കൂടായികയില്ല. അങ്ങനെ ഒരു ആശങ്കയും ബാക്കിയല്ലേ? ആശങ്ക എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചിനി ആജീവനാന്ത വിലക്ക് എന്നുള്ള നിലയ്ക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ കോടതിയുടെ പരാമർശമൊക്കെ ഇത്തരത്തിൽ വന്നതുകൊണ്ട് ശിക്ഷാ നടപടികൾ തീർച്ചയായിട്ടും പാരന്റ് ബോഡിക്ക് എടുക്കാനുള്ള അധികാരമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിധി തന്നെയാണ് ഇപ്പൊ കോടതി കൊടുത്തിട്ടുള്ളത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇതിനെക്കാട്ടിലും മോശമായ ഒരു അവസ്ഥയിലേക്ക് ഇനി എന്തായാലും BCCIക്ക് ശ്രീശാന്തിനെ കൊണ്ട് എത്തിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കുറ്റം ഏറെക്കുറെ അതിന്റെ ശിക്ഷ ഏറെക്കുറെ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് സാമാന്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി തെറ്റുകാരനാണെന്ന് സ്ഥാപിക്കാൻ ആദ്യം ഇനിയിപ്പോ എന്താണ് ഇതിനുള്ള പുതിയ തെളിവുകൾ അല്ലെങ്കിൽ BCCI ഹാജരാക്കുമോ, അതിന്റെ മേലെ എന്താ തീരുമാനം ഉണ്ടാവുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ഇനി ഒരു 3 മാസത്തിന് ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമാണ്. തീർച്ചയായിട്ടും രാജീവനാന്ത വിലക്കിനേക്കാൾ വളരെ കുറഞ്ഞ ഒരു തീരുമാനമേ വരുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ പി ബാലചന്ദ്രൻ പ്രതികരിച്ചതിന്. ആശ്വാസകരമായ ഒരു വാർത്തയാണ് ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം. ആജീവനാന്ത വിലക്ക് നീക്കിയിരിക്കുന്നു സുപ്രീം കോടതി. 3 മാസത്തിനുള്ളിൽ ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കാനാണ് BCCIക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അച്ചടക്ക നടപടിയും ക്രിമിനൽ നടപടിയും രണ്ടാണ് എന്ന് പറഞ്ഞ കോടതി BCCIയുടെ അച്ചടക്ക നടപടി കടുത്തതാണ് എന്നുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു.